ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചീരുള്ളിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ഇനി വീഡിയോയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ചിക്കൻ്റെ അതേ അളവിൽ തന്നെയാണ് ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രത്തോളം ചെറിയ ഉള്ളി എടുക്കുന്നോ അത്ര ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് ചതച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ കുത്തലിലിട്ടിട്ട് വേണമെങ്കിലും ഒന്ന് ചതക്കിയെടുത്താൽ മതിയാവും. ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ശേഷം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ചിക്കനിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ശേഷം ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ശേഷം കുറച്ച് വേപ്പില കൂടെ ചേർക്കാം. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ ചീരുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്.